റിസൾട്ട് റേഡിയോയിൽ ശ്രദ്ധിച്ച കാലം ഓർക്കുകയാണ്. അന്ന് ഇന്നത്തേതുപോലെയുള്ള കൗണ്ടിംഗ് രീതിയല്ല, അന്ന് ബാലറ്റ് ബോക്സിലാണ്. അപ്പോ സാധാരണഗതിയിൽ ആളുകൾ പറയാം താഴെക്കോടിന്റെ പെട്ടി അവസാനമാണ് എടുക്കുക. അവിടെയാണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കുക. അപ്പൊ അവസാനത്തെ പെട്ടിയിലുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ നമ്മുടെ ഭൂരിപക്ഷത്തിലേക്ക് സംഭാവന ചെയ്യുന്ന പഞ്ചായത്ത് എന്നതാണ് താഴെക്കോട് പഞ്ചായത്തിന്റെ പ്രത്യേകത. ആ പ്രതാപത്തിലേക്ക് ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ 5000-ന് മുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ താഴെക്കോട് പഞ്ചായത്ത് സംഭാവന ചെയ്യേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ ക്രമീകരിക്കാം എന്നാലോചിക്കാനുള്ള ഒരു കൺവെൻഷനിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓഡിറ്റോറിയത്തിനകത്തുള്ള UDF-ന്റെ പ്രവർത്തകരും നേതാക്കന്മാരുമാണ് 39 ബൂത്തുകളിലെയും 10,000-കണക്കായ ആളുകളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ മെസ്സേജ് എത്തിക്കേണ്ടത്. ഇനിയുള്ള ദിവസങ്ങളിൽ അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എല്ലാ ഘടകങ്ങളും UDF-ന് അനുകൂലമാണ്. കേരളത്തിൽ എന്നതുപോലെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലും എല്ലാ കാലാവസ്ഥയും നമുക്ക് ഫേവറാണ്, അനുകൂലമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്ഥാനാർത്ഥിയാണ്. ആർക്ക് മുമ്പിലും കൊണ്ടുപോയി വെക്കാവുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് ഇത്തവണയും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നൽകിയിട്ടുള്ളത്. സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു കുഴപ്പം ആർക്കും പറയാനില്ല. അപ്പൊ CPM-കാരിൽപ്പെട്ട ചില ആളുകൾ തന്നെ നമ്മോടൊക്കെ സ്വകാര്യമായിട്ട് പറയുന്നത് സ്ഥാനാർത്ഥി ഉഷാറാണെന്നാണ്. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ പോലും തിരക്കടില്ല എന്ന് പറയുന്ന ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കിട്ടി എന്നതാണ് നമ്മുടെ പ്ലസ് പോയിന്റ്. അത് രാഷ്ട്രീയ ഭേദമന്യേ പെരിന്തൽമണ്ണയിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു കുറ്റവും പറയാനില്ലാണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയും കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട് നിന്ന് വന്നിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. പിന്നെ ഒരു പരിധി കടന്നാൽ നമ്മൾ പറയില്ലേ ബോഡി ഷേപ്പ് ഉയരക്കുറവാണ് എന്നൊക്കെ പറയാറില്ല. മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ കവി കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷ് കുറുങ്കവിതകൾ എഴുതിയിട്ട് മനുഷ്യന്റെ ചിന്തയെ ഉദ്ദീപിപ്പിച്ച കവിയാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ 2 വരി കവിതയാണ് പൊക്കക്കുറവാണ് എൻ്റെ പൊക്കം എന്ന് പറയാറുണ്ട്. അതേപോലെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പൊക്കക്കുറവായിരിക്കാം അദ്ദേഹത്തിന്റെ ഔന്നിത്യത്തിന്റെ അടയാളമെന്ന് നമ്മുടെ രാഷ്ട്രീയ എതിരാളികളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഇവിടെ വികസനമൊന്നുമില്ല, കാണാവുന്ന വികസനമൊന്നും കൊണ്ടുവന്നില്ല. അദ്ദേഹം എല്ലാ വീടുകളിലെയും IAS ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു MLA, ഒരു ജനപ്രതിനിധി എന്തുമാത്രം വിഷനറിയാണ്, എന്തുമാത്രം ദാർശനികമായ കാഴ്ചപ്പാടുള്ള ആളാണ് എന്നതാണ് ആ സ്ഥാപനം വഴി അദ്ദേഹം സമൂഹത്തെ ബോധിപ്പിച്ചിട്ടുള്ളത്. ഒരു സിവിൽ സർവീസ് അക്കാദമി കൊണ്ടുവന്നത് വലിയ സംഭവമാണ് എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് എവിടെയെങ്കിലും ജോലി കിട്ടണ്ടേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാവരെയും സിവിൽ സർവീസിലേക്ക് റിക്രൂട്ട് ചെയ്യാനല്ല ആ സ്ഥാപനം. പക്ഷെ ഡൽഹിയിലും ബോംബെയിലും കൽക്കത്തയിലും ഒക്കെയുള്ള മികച്ച ഫാക്കൽറ്റീസിനെ കൊണ്ടുവന്ന് വലിയ സംഖ്യ കൊടുത്തിട്ട് അവിടെ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുകയാണ്. ആ കുട്ടികൾ സിവിൽ സർവീസിലേക്ക് തന്നെ എത്തണമെന്നില്ല. നേരത്തെ നാസർ മാഷ് പറഞ്ഞല്ലോ, ഗസറ്റഡ് ഓഫീസർമാരായിട്ട് 78 പേർ നമ്മുടെ ഈ പരിസര പ്രദേശത്തുള്ള കുട്ടികൾ ഗ്രാമപഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ സെക്രട്ടറിമാരായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ടു ആ കേന്ദ്രത്തിൽ നിന്ന്. നമ്മുടെ കുട്ടികൾക്ക് സർക്കാർ സർവീസിൽ ഉദ്യോഗം കിട്ടണം എന്നത് നമ്മുടെ ഒരു താല്പര്യമാണ്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് പറയാറുണ്ട്, നിങ്ങളൊരു തീപ്പെട്ടി വാങ്ങുമ്പോ നിങ്ങൾ ആ തീപ്പെട്ടിയുടെ വിലയോടൊപ്പം സർക്കാരിലേക്ക് ടാക്സ് കൊടുക്കുന്നില്ലേ? ഒരു പേന വാങ്ങുമ്പോ സർക്കാരിലേക്ക് നികുതി കൊടുക്കുന്നില്ലേ? ആ നികുതി പണത്തിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്ക് എന്തെങ്കിലും തിരിച്ചു വരുന്നുണ്ടോ? അതുകൊണ്ട് കുട്ടികളോട് സദാസമയം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം, സർക്കാർ സർവീസിൽ തന്നെ ഉദ്യോഗം നേടണമെന്നാണ്. 1983 CH മരിച്ചു. അദ്ദേഹം മരണപ്പെടുന്നതിന്റെയും 10 കൊല്ലം മുമ്പാണെന്നാണ് പറയപ്പെടുന്നത്. ഒരു പ്രസംഗം വായിച്ചത് ഓർക്കുകയാണ്.
വിദ്യാർത്ഥികളുടെ വലിയ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് CH പറയാണ്, ഒരു കാലത്ത് നിങ്ങളുടെ ഉപ്പാപ്പമാർ പോയിരുന്നത് സിംഗപ്പൂരിലേക്കും ബർമയിലേക്കും ഒക്കെ ആയിരുന്നു. അവരന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന അത്തറിന്റെയും സെന്റിന്റെയും പൂമണം നിങ്ങളെയൊക്കെ മത്തുപിടിപ്പിച്ചു. അപ്പൊ നിങ്ങൾ ആരാണെന്നറിയാത്ത പ്രതാപികളായിട്ട് മാറി. പക്ഷെ ഒരു കാലത്ത് ആ രാജ്യങ്ങളുടെ കവാടങ്ങൾ അവർക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടു, അങ്ങോട്ട് പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. പിന്നീട് നമ്മുടെ കുടിയേറ്റം ഗൾഫ് രാജ്യങ്ങളിലേക്കാവും. CH അത് പ്രസംഗിക്കുമ്പോ ഒറ്റയും തെറ്റയായിട്ട് ഓരോരുത്തരും ഇങ്ങനെ പ്രവാസത്തിന് വേണ്ടി പെട്രോൾ ഡോളറിന്റെ കഴിവ് തേടി സൗദി അറേബ്യയിലേക്ക് യാത്ര പുറപ്പെടുന്ന സമയമാണ്. എന്നിട്ട് ആ പ്രസംഗത്തിന്റെ അവസാനം കുട്ടികളോട് പറയാണ്, സിംഗപ്പൂരിന്റെയും ബർമയുടെയും കവാടങ്ങൾ നിങ്ങളുടെ ഉപ്പാപ്പമാർക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടതുപോലെ ഗൾഫ് രാജ്യങ്ങളുടെ കവാടങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെടുന്ന ഒരു കാലം, ആ കാലത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും കഴിഞ്ഞ് പാസ്പോർട്ട് എടുത്ത് ഗൾഫിലേക്ക് പോവുക എന്നത് മാത്രമാകരുത് നിങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞ് ആ യോഗത്തിന്റെ അവസാനം 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി ആധുനിക കേരളത്തിന്റെ ശില്പികളിൽ അഗ്രഗണ്യനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി മഹാനായ CH പ്രാർത്ഥിച്ചു അത്രേ, വലിയ ഗ്രിൽസ് വെച്ച കോൺക്രീറ്റ് വീടുകളിൽ നിന്ന് വിശന്ന് കരയുന്ന കുട്ടികളുടെ രോദനം കേൾക്കാൻ നീ ഇടവരുത്തരുത്. ഞാനിത് പറയാൻ കാരണം, നജീബ് സാഹിബ് സ്ഥാപിച്ച സിവിൽ സർവീസ് അക്കാദമി, ആ അക്കാദമിയുടെ സാധ്യതകളെ കുറിച്ച് സമൂഹം നന്നായിട്ട് മനസ്സിലാക്കുക. അതറിയണമെങ്കിൽ 1967 2ാം തവണ EMS ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ മുസ്ലിം ലീഗിന് 2 മന്ത്രിസ്ഥാനം കിട്ടി. ഒരു മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തു, അത് CH ആയിരുന്നു. മറ്റൊരാൾ പഞ്ചായത്ത് വകുപ്പ് ഏറ്റെടുത്തു, അത് ബാപ്പുപുരിക്കളായിരുന്നു. CH 69 നിയമസഭയിൽ ചെയ്ത ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഇങ്ങനെയാണ്. MLA-മാരോട് CH പറയാണ്, നിങ്ങളാരും ഭാവിയിൽ കൊച്ചി ഏഷ്യയുടെ സാമ്പത്തിക തലസ്ഥാനമാകുമെന്ന് നിരീക്ഷിക്കുന്നില്ലേ? അക്കാലത്തേക്ക് നമ്മൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നമ്മുടെ കുട്ടികൾ ഈ കെട്ടുവള്ളങ്ങൾ കൊണ്ട് മീൻ പിടിച്ചാൽ മതി. ആഴക്കടലിലെ മത്സ്യസമ്പത്ത് കണ്ടെത്താൻ ശാസ്ത്രീയമായ ഉപകരണങ്ങൾ വേണ്ടേ? CH-ന്റെ ആ പ്രസംഗത്തിന്റെ തുടർച്ചയായിരുന്നു 1971 കൊച്ചിയിൽ വലിയ ഒരു ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയായിട്ട് കുസാറ്റ് സ്ഥാപിച്ചു. ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളോട് പറയട്ടെ, നിങ്ങളുടെ വീടുകളിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 പഠനത്തിന് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളെ വെല്ലുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഉണ്ട്, കുസാറ്റിന്റെ പ്രവേശന പരീക്ഷ. അവിടെ ഇന്റഗ്രേറ്റഡ് MSc-ക്കോ 5 വർഷത്തെ BTech കോഴ്സിനോ നമ്മുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയ 5 കൊല്ലം കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് കടക്ക ചുരുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ലോകത്തെ ഏതെങ്കിലും ഒരു സ്ഥാപനം ആ കുട്ടിയെ വലിയ അക്കത്തിൽ ശമ്പളം ഉറപ്പിച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. എന്നാണ് ആരംഭിക്കുന്നത്? 71. സാധ്യത 21ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ 1/4 ഭാഗം പിന്നിട്ടതിന് ശേഷം ഈ സമയത്തും അത്ര സാധ്യതയുള്ള ഒരു സ്ഥാപനം വിഭാവനം ചെയ്ത CH-നെ നമ്മൾ എന്തു പേരിട്ടാണ് വിളിക്കുക? സമാനമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തെ തൊഴിലിന്റെ കാര്യത്തിൽ കാണിച്ചു എന്നതാണ് നജീബ് കാന്തപുരത്തിന്റെ പ്രത്യേകത എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ദീർഘദർശനമാണ്. പുതിയ തലമുറയെ അഭിസംബോധന ചെയ്യാൻ ഒരു ജനപ്രതി സന്നദ്ധമാകുന്നു എന്നതാണ് അതിന്റെ സവിശേഷത. അത് മാർക്സിസ്റ്റുകൾക്ക് മനസ്സിലായിട്ടില്ല, അവർക്ക് തിരിയൂല. അതുകൊണ്ടാണ് അവരുടെ സൈബർ പോരാളികൾ ക്രിയയും സിവിൽ സർവീസ് അക്കാദമിയും ഒക്കെ കുറിച്ച് വളരെ മോശമായിട്ട് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ അവിടെ പഠിക്കുന്ന കുട്ടികൾ, നമ്മുടെ പ്രദേശത്തുകാരായിട്ടുള്ള മക്കൾ, അവിടെ രക്ഷിതാക്കൾ, വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതിയുള്ള മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ MLA ഈ സമൂഹത്തിന്റെ ഒരു അസറ്റാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മൂലധനം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം തന്നെയാണ്. അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. 1970 മുതൽ ഈ നിയോജക മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം, ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ജനിതക പാരമ്പര്യം തിരുത്തിക്കുറിച്ചവരാണ് നമ്മൾ. 1970 ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള MLA KKS തങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഈ നിയോജക മണ്ഡലം പിടിച്ചടക്കിയതിന് ശേഷം തുടർച്ചയായി ഒരു വേളയൊഴിച്ച് ബാക്കി സമയങ്ങളിലെല്ലാം ഒരു ബാറ്റൺ കൈമാറുന്നത് പോലെ നമ്മുടെ നേതാക്കന്മാർ ജനപ്രതിനിധികളായിട്ട് കൈമാറി കിട്ടിയതാണ് നമ്മുടെ ഈ പാരമ്പര്യം. അത് കൈവിടാൻ നമ്മൾ സന്നദ്ധമല്ല. കഴിഞ്ഞ തവണ
ഒരു ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെങ്കിൽ ഇത്തവണ നമുക്ക് 10,000-നും മീതെ എന്ന് ഇപ്പൊ പറയുന്നു. അത്രക്കും വലിയൊരു ഭൂരിപക്ഷത്തിൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കണം. ഇവിടെ റഷീദ് മാഷ് പറഞ്ഞു, ബ്ലോക്ക് പഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്തിലെയും വോട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ 5,000 വോട്ട് ഭൂരിപക്ഷം. അത് പൊളിറ്റിക്കൽ വോട്ടാണ്, രാഷ്ട്രീയ വോട്ടാണ്. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ കുറച്ചും കൂടി വോട്ട് നേടി MLA സൂചിപ്പിച്ചതുപോലെ 6,000-നും മീതെ താഴക്കോട് പഞ്ചായത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ വോട്ടർ പട്ടിക ഇപ്പൊ പ്രസവിച്ച കുട്ടിയെ പോലെ പരിശുദ്ധമാണ്. SIR വരുന്നു എന്ന് കേട്ടപ്പോൾ വലിയ ആശങ്കയാണ്. ജനങ്ങളൊക്കെ പാനിക്കായി, പരിഭ്രാന്തരായി. സ്വമേധയാ വോട്ട് ചേർക്കാൻ വേണ്ടി എല്ലാവരും മത്സരിച്ചു. ആസാമിലോ ബീഹാറിലോ ഒക്കെ സംഭവിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളും ഒത്തുകളിച്ച് പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ആസൂത്രിതമായിട്ട് നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് വലിയ തോതിൽ ആക്ഷേപിക്കപ്പെട്ടപ്പോ കേരളത്തിന്റെ സഹജമായ ഒരു രാഷ്ട്രീയ പ്രബുദ്ധത, ഒരു വിജിലൻസി നമ്മൾ കാണിച്ചു. അതുകൊണ്ട് വോട്ടർ പട്ടിക പെർഫെക്റ്റ് ആണ്. ഇവിടെ താത്തേട്ടൻ പറഞ്ഞില്ലേ, നമ്മുടെ വോട്ടിംഗ് പെർസെന്റേജ് ഓരോ ബൂത്തിലും 95% വരെ എത്തിയാലും അത്ഭുതപ്പെടണ്ട. കാരണം അർഹരായിട്ടുള്ള നാട്ടിലുള്ളവർ മാത്രമേ വോട്ടർ പട്ടികയിലുള്ളൂ. ഇനി പരിസരത്ത് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാൻ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ നമ്മുടെ UDF കമ്മിറ്റി സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. അതിനെന്തു വേണം? നമ്മൾ വോട്ടർ പട്ടികയുടെ സൂക്ഷ്മമായിട്ടുള്ള പഠനം അത്യാവശ്യം. ഒരു വോട്ടറെ സംബന്ധിച്ച് പോലും അവ്യക്തത ഉണ്ടാവാൻ പാടില്ല. ബൂത്ത് ചെയർമാൻ കൺവീനർമാർ അവനവന്റെ ബൂത്തിലെ പോളിംഗ് ബൂത്തിൽ നമ്മുടെ വോട്ടർ പട്ടികയുമായിട്ട് ഇരിക്കുന്ന ആളുകളെ നന്നായി വോട്ടർ പട്ടിക പഠിക്കാൻ വേണ്ടി അവരെ പരിശീലിപ്പിക്കുക. 2-3 ദിവസം വോട്ടർ പട്ടികയിൽ തന്നെ വേണമെങ്കിൽ വോട്ടർ പട്ടിക ഒന്ന് പകർത്തി എഴുതുന്ന ഒരു പുസ്തകത്തിലേക്ക് ഒരു കുടുംബത്തിന് ഒരു പേര് വേണമെങ്കിൽ എഴുതാം. അപ്പൊ നമുക്കറിയാം ആരാണ് സ്ഥലത്തില്ലാത്തത്, കൊണ്ടുവരേണ്ടത് ആരാണെന്ന് അറിയാം. അത് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള ഷെഡ്യൂളിനകത്ത് വന്നിട്ടുണ്ട്. ഒരു വോട്ട് പോലും മിസ്സാവാതെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യിപ്പിക്കണം. എങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. വലിയൊരു ഭൂരിപക്ഷത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ നമുക്ക് വിജയിപ്പിച്ചയക്കണം. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ദൃശ്യമാധ്യമങ്ങൾ കുറെ വിശകലനം നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ഏറ്റവും ഭേദപ്പെട്ട സ്ഥാനത്താണ് നജീബിന്റെ സ്ഥാനം. 12ാം സ്ഥാനത്ത് 140 MLA-മാരിൽ എത്തുക എന്നൊരു ചാനൽ കണ്ടെത്തിയത്. 80 മാർക്കിന് മീരെയാണ് 100-ൽ ഒരു MLA-ക്ക് ചാനലുകൾ മാർക്കിട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ തെരഞ്ഞെടുപ്പ് തെറ്റിയിട്ടില്ല, കഴിഞ്ഞ തവണത്തെ നമ്മുടെ സെലക്ഷൻ തെറ്റിയിട്ടില്ല എന്നെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം രാഷ്ട്രീയ ഭേദമന്യേ ഉണ്ടായിട്ടുള്ള ഈ മതിപ്പ് വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകും. തികച്ചും അനുകൂലമായ കാലാവസ്ഥയാണ് കേരളത്തിൽ. ഇടതുപക്ഷത്തിന്റെ ഭരണം ഒന്ന് അവസാനിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. 2024-ൽ കഴിഞ്ഞ വർഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയമാണ് UDF-ന് ഉണ്ടായത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായത് പാലക്കാട്ടെയും തൃക്കാക്കരയിലെയും നിലമ്പൂരിലെയും ഒക്കെ ഉപതെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് സ്വപ്ന സമാനമായിട്ടുള്ള നേട്ടമാണ് ഉണ്ടാക്കാൻ സാധിച്ചത്. അതൊക്കെ കഴിഞ്ഞിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഇങ്ങനെ പൊളിറ്റിക്കലി മാറ്റം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും UDF-ന് മേൽക്കൈ ലഭിച്ചിട്ടുള്ള, എല്ലാ ജില്ലകളിലും ആധിപത്യം ലഭിച്ചിട്ടുള്ള, UDF-ന് സ്വാധീനം ലഭിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. തുടർച്ചയായിട്ട് തോറ്റാൽ അതിനെന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കണ്ടേ, വിശകലനം ചെയ്യണ്ടേ? അതിനാ പാർട്ടി തയ്യാറല്ല, പ്രത്യേകിച്ച് CPM സന്നദ്ധമല്ല. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, തോറ്റാലെ ഒരു വിശകലനം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടും തോറ്റു എന്നുള്ളത്. നമ്മുടെ സന്ദേശം സിനിമയിൽ ശ്രീനിവാസൻ ചോദിക്കുന്നത്, നമ്മൾ ബോബി കൊട്ടാരം നമ്മൾ എന്തുകൊണ്ടും തോറ്റു ചോദിക്കുന്നില്ലേ? ഇവർക്ക് തോറ്റത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. മറിച്ച് എന്താ ചെയ്യുന്നത്? ഞങ്ങൾ അധികാര തുടർച്ചയ്ക്ക് വേണ്ടി 3ാം തവണ പിണറായി സർക്കാർ വരുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്യുന്നത് എന്താണ്? വർഗീയത പറഞ്ഞ് ബൈപ്പാസ് പാക്കേജ്. കമ്മ്യൂണാലിസമാണ് ഇവരെ കയ്യിൽ അസറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രമാത്രം അപകടകരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ച സമയമുണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? ഉത്തരേന്ത്യയിലൊക്കെ വർഗീയവാദികളായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ, വിദ്വേഷ പ്രസംഗികരുണ്ട്. ഏറ്റവും വലിയ വിദ്വേഷ പ്രസംഗകർ ഹെയ്റ്റ് സ്പീച്ചിനെ കുറിച്ച് നടത്തിയ പഠനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ വിദ്വേഷ പ്രസംഗം നടത്തുന്ന ആളാണ് മോദിയും അമിത്ഷായും 2ഉം 3ഉം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്.
ആ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം അയ്യപ്പ സംഗമത്തിൽ കേരളത്തിലെ ഒരു ഇടതുപക്ഷ മന്ത്രി ഒരു ഉളുപ്പില്ലാതെ വായിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു സ്വീകരണമാണ് കൊടുത്തത്. വെള്ളാപ്പള്ളി നടേശൻ പറയാണ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് അവിടെ വന്നിട്ടാണ് പറഞ്ഞത്, മലപ്പുറത്ത് ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളാണ് താമസിക്കുന്നത്, അവിടെ മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ കഴിയില്ല. അങ്ങനെ തുടർച്ചയായിട്ട് വിദ്വേഷ പ്രസംഗം. ആ വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടുള്ള ശ്രീനാരായണീയ പ്രസ്ഥാനത്തെ അപമാനിച്ചിട്ടുള്ള വെള്ളാപ്പള്ളി, UK കുമാരനും മൂർക്കോത്ത്, അതേപോലെ TK മാധവൻ, C കേശവൻ ഒക്കെ തന്നെ, കുമാരനാശാനൊക്കെ തന്നെ അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുള്ള, കഴിഞ്ഞ നൂറ്റാണ്ടിൽ മലയാളി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള ആ സംഘടനയിൽ SNDP യോഗത്തിന്റെ അമരത്ത് 30 കൊല്ലമായിട്ടിരിക്കുന്ന ആളാണ് ഈ തരത്തിൽ ഒരു മതവിഭാഗത്തെ ഏറ്റവും മോശമായിട്ട് ചിത്രീകരിച്ചത്. എന്നിട്ട് അയാളെ കാറിൽ കയറ്റിയിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി യോഗസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, അയാൾ വേദിയിൽ ഇരുത്തിയിട്ട് അയാളുടെ സ്തുതി ഇങ്ങനെ പറയുക. എങ്ങനെ പത്മശ്രീ കിട്ടിയത് വെള്ളാപ്പള്ളിക്ക്? ഇവിടുന്ന് പിണറായി വിജയൻ ശുപാർശ ചെയ്യാതെ കേന്ദ്ര സർക്കാർ വെള്ളാപ്പള്ളി നടേശന് പത്മശ്രീ കൊടുത്തു. എത്രയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ? സജി ചെറിയാൻ മലപ്പുറത്ത് ജയിച്ചവർക്ക് ഒരു പ്രത്യേക പേരുള്ള ആൾക്കാരായിരുന്നു സജി ചെറിയാൻ. നമ്മുടെ ഭരണഘടനയെ പരസ്യമായിട്ട് അപമാനിച്ചയാളാണ്. ഇവിടെ UDF-നെയും അധികാരത്തിൽ വന്നാൽ ഇവിടെ മാറാട് കലാപം ഉണ്ടാകും, ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുക എന്നൊക്കെ പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവും മുൻ നിയമമന്ത്രിയായിട്ടുള്ള AK ബാലനാണ്. എങ്ങോട്ടാണ് അവരെ കേരളത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ആരാണ് ഇപ്പൊ കേരളത്തിൽ ഈ മത്സരം നടക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചു, 10 നിയോജക മണ്ഡലങ്ങളിൽ പ്രതിപക്ഷ നേതാവ് എണ്ണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 നിയോജക മണ്ഡലത്തിൽ പരസ്യമായിട്ടുള്ള ഡീലാണ്, കച്ചവടമാണ്. പത്തനംതിട്ടയിലെ കോന്നി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായ K സുരേന്ദ്രൻ 32,000 വോട്ടിന് ജയിച്ച മണ്ഡലം, മത്സരിച്ച് വോട്ട് കിട്ടിയ മണ്ഡലമാണ് കോന്നി. ആ കോന്നിയിൽ BJP അല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, അവരുടെ പോഷക സംഘടന, അവരുടെ ഘടകകക്ഷിയായിട്ടുള്ള BDJS. അത്ര BJP-ക്ക് വോട്ട് നേടാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിൽ എന്തിനാണ് അവരുടെ ഘടകകക്ഷിയെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നത്? അവിടെ UDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഡീലാണ്. മഞ്ചേശ്വരത്ത്, റാന്നിയിൽ, അതുപോലെ തന്നെ ഏറ്റുമാനൂരിൽ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ പരസ്യമായിട്ട് BJP-യുമായിട്ട് സഖ്യം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അധികാരത്തിൽ വരണമെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ BJP എങ്ങനെ സമീപിക്കുന്നു അതുപോലെ ചെയ്യുകയാണ് നല്ലതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് അവര് BJP-യുടെ B ടീം മാത്രമല്ല, BJP തന്നെയായിട്ട് മാറുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇതാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം. മാർക്സിസ്റ്റ് പാർട്ടിയും BJP-യും തമ്മിൽ ഉണ്ടാക്കിയ കച്ചവടമാണ്. കേരളത്തിലെ 10 കൊല്ലത്തെ ഭരണത്തിൽ മനം മടുക്കാത്തവരാരുമില്ല. നമ്മുടെ മുഖ്യമന്ത്രി നിങ്ങൾ ആലോചിച്ചു, എന്തൊരു ധിക്കാരം, എന്തൊരു ധാർഷ്ട്യം. പ്രതിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളോടല്ല, സ്റ്റേജിലിരിക്കുന്ന സ്വന്തം പാർട്ടിയിലെ മുന്നണിയിലെ മന്ത്രിമാരോട് പോലും ചിരിക്കെ വർത്താനം പറയോ പൊതുവേദിയിലെത്തിയ ചെയ്യാത്തൊരു മുഖ്യമന്ത്രി. ഇന്നലെ പറഞ്ഞില്ലേ G സുധാകരനെ സംബന്ധിച്ച്. G സുധാകരൻ എന്ന് പറഞ്ഞാല് കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവം നടന്ന ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള നേതാവാണ്. അയാൾ പാർട്ടിയുമായിട്ട് വിയോജിപ്പുണ്ടായി. അയാൾ വിശേഷിപ്പിക്കുന്നത്, അയാൾ ചെയ്തത് ചെറ്റത്തരം എന്ന പ്രയോഗമാണ് നടത്തിയത്. അപ്പൊ പത്രക്കാരൻ ചോദിച്ചപ്പോൾ അയാൾ പറയാണ്, ഞാൻ സ്ഥിരം പറയുന്ന ഒരു പ്രയോഗമാണത് മുഖ്യമന്ത്രി പറയുന്നത്. ഇങ്ങനെ യോഗം നടക്കുന്ന സ്ഥലത്ത് പോയി സദസ്സെന്ന് ഒരാൾ എന്തെങ്കിലും ഒരു സാധനം സംശയം ചോദിക്കാൻ വേണ്ടി എഴുന്നേറ്റ ഉടനെ പറയാറ്, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. മൈക്ക് ഓപ്പറേറ്റർക്ക് സെൽഫി എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ വലിയ തോതിൽ അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രി. അയാളാണ് ഈ സർക്കാരിന്റെ ഒന്നാമത്തെ ശാപം. സ്വജനപക്ഷപാതം ഇങ്ങനെ കേട്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ആരോപണം, മരുമകനെ കുറിച്ച് അഴിമതി ആരോപണം, മുഖ്യമന്ത്രിയുടെ മകന്റെ മോശക്കാർ. സമീപകാലത്ത് കേരളത്തിൽ അവർ കൊട്ടിഘോഷിച്ച എല്ലാ പദ്ധതികളിലും അഴിമതി ആരോപണമാണ്. ഇത്രമാത്രം ബന്ധുപീഡനം നടത്തിയിട്ടുള്ള ഒരു സർക്കാർ ഉണ്ടായിട്ടുണ്ടോ? പാർട്ടിയുടെ സെക്രട്ടറി ആരാണ്? ഗോവിന്ദൻ മാഷ ഭാര്യ ശ്യാമള. അവിടെ മത്സരിക്കുന്നുണ്ടല്ലോ തളിപ്പറമ്പിൽ. എന്താണ് അയാളുടെ പേര്? തളിപ്പറമ്പിൽ മത്സരിക്കുന്ന CPM-ന്റെ നേതാവ്.
അയാൾ പറഞ്ഞത് എന്താണ്? പാർട്ടി കമ്മിറ്റിയിൽ ശ്യാമല ടീച്ചർ മത്സരിക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ തന്നെ ആന്തൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരിക്കെ ഒരു പ്രവാസി വ്യവസായിയെ കൊലക്ക് കൊടുത്ത ചെയർപേഴ്സണാണ് പി.കെ. ശ്യാമള. അതുകൊണ്ട് അവർക്കൊരു ബ്ലാക്ക് മാർക്ക് അവർ മത്സരിക്കണ്ട എന്ന് പാർട്ടിക്കാരൊക്കെ തീരുമാനിച്ചിട്ടും ഗോവിന്ദന്റെ ഭാര്യ ആയതുകൊണ്ട് മത്സരിക്കുക. എ വിജയരാഘവൻ എന്ന മലപ്പുറത്തു നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ ഭാര്യ ബിന്ദു വീണ്ടും മത്സരിക്കണം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഇവരാക്ഷേപിക്കുന്നത് ഇവർ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തെ കുറിച്ച് പോലും ഇവർക്ക് അറിയില്ല. കേരളം കണ്ട ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയുന്ന ഭരണം നടന്നത് 1970 മുതൽ 77 വരെ CPI നിയന്ത്രണത്തിൽ നടന്ന ഭരണം. അതില് നിങ്ങൾ ആലോചിച്ച് നോക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ CPIയുടെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൻ ഡോക്ടർ രാമൻകുട്ടി ഹൗസിംഗ് ബോർഡിൽ നിന്നൊരു ഫ്ലാറ്റ് ഒപ്പിക്കാൻ വേണ്ടി പരിശ്രമം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പറയാണ്, എന്റെ മകനായതുകൊണ്ട് ഒരിക്കലും അത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ. അങ്ങനെ എത്ര ഉദാഹരണങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന്. അവിടുന്ന് വ്യത്യസ്തമായിട്ട് തന്റെ മകനും മരുമകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രം ഒരു ഭരണത്തെ കൊണ്ടുപോകാൻ പിണറായി വിജയനും സംഘവും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായിട്ട് എല്ലാ മേഖലയിലും ഞാൻ ഒന്ന് ഇന്നതെന്ന് എടുത്തു പറയുന്നില്ല, എല്ലാ രംഗത്തും തകർച്ച മാത്രമാണ് ഈ കേരളത്തിന് വേണ്ടി അവർ സംഭാവന ചെയ്തിട്ടുള്ളത്. ഈ ഗവൺമെന്റ് മാറണം, UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം നമ്മുടെ രാജ്യത്തുണ്ടാകണം എന്ന താല്പര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഐക്യ ജനാധിപത്യ മുന്നണി നേരിടുന്നത്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വരുമ്പോ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം അതിലേക്ക് സംഭാവന ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കുമാണ്. അതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നിർവഹിക്കേണ്ട പഞ്ചായത്താണ് താഴക്കോട് പഞ്ചായത്ത്. അതിനുവേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ ടൈറ്റ് ഷെഡ്യൂളാണ്. ഇത്രമാത്രം ഇടുങ്ങിയ ഒരു പ്രചരണ കാലം നമുക്ക് കിട്ടിയിട്ടില്ല, കുറച്ചു ദിവസം മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ആസൂത്രണം ചെയ്താൽ പകുതി ജയിച്ചു എന്നാണ് അർത്ഥം. അതുകൊണ്ട് നന്നായിട്ട് ആസൂത്രണം ചെയ്യുന്ന മണ്ഡലം UDF കമ്മിറ്റിയും പഞ്ചായത്ത് UDF കമ്മിറ്റിയും ഒക്കെ തന്നെ നന്നായിട്ട് ചിട്ടയായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാനിങ് അനുസരിച്ച് നമ്മൾ 9-ാം തീയതി വരെയാണ് മുന്നോട്ട് പോയാൽ നമുക്ക് അയത്നരളിതമായി ആർക്കും ഒരു ഭാരമില്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാക്കി ഉജ്ജ്വലമായ ഒരു വിജയമാണ് മെയ് മാസം 4-ാം തീയതി നമ്മളെ കാത്തിരിക്കുന്നത്. അന്നേക്ക് വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് UDF.